വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അന്നേ ദിവസം രാത്രിയായിട്ടും വിഷ്ണുവിനെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ശാലിനിക്ക് സാധിക്കുന്നില്ല. ഭാമയാണെങ്കിൽ ശാലിനി കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയാണ്. ശാലിനി ഇങ്ങനെ തുടരെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അന്നേരം രാഘവൻ നായരോട് ഭാമ പറയുന്നുണ്ട്, ഇതെന്താ ശാലിനി ഫോൺ എടുക്കാത്തത്, നേരെ ഇത്രയായല്ലോ, എനിക്ക് ആകെ പേടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അവിടെ ഇങ്ങനെ വിഷമിച്ച് രാഘവൻ നായരോട് വിഷമം പറയുകയാണ്. ഈ സമയത്ത് ശാരദ അമ്മ അവിടെ ആകെ ടെൻഷനിലാണ്. ഗോപാലകൃഷ്ണൻ പോയി പറഞ്ഞിട്ടും ആ വിഷ്ണുവിനെ വിട്ടയക്കാത്തതിൽ ശാരദാമ്മ ഇങ്ങനെ വല്ലാതെയും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനെല്ലാത്തിനും മൂല കാരണം നീ തന്നെയാണ് എന്നിങ്ങനെ ശാരദാമ്മയുടെ സംസാരം കേട്ടിട്ട് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവിടെ വിഷ്ണുവിനെ ലോക്കപ്പിൽ തന്നെയാണ്, പക്ഷേ ഇതുവരെ ജാമ്യം കൊടുത്തിട്ടില്ല. ഹമീദും കുറേ പോലീസുകാരും ചേർന്ന് വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിനെ ഇങ്ങനെ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. അന്നേരം കൈ പുറകിൽ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വിഷ്ണു പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയല്ലേ കുരുത്തോല പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതിന് മറുപടിയായിട്ട് വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഹമീദിന് ആകെ ദേഷ്യം വരികയാണ്. ഹമീദ് വിഷ്ണുവിനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി ആണെങ്കിൽ ശ്രീരഞ്ജിനിയെയും അർജുനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ആകെ അവശനായിട്ട് ഇങ്ങനെ ലോക്കപ്പിലിരിക്കുകയാണ്. വിഷ്ണുവിനെ ആ ഒരു തലയുടെ ആ ഒരു അടിയേറ്റതിനാൽ വിഷ്ണുവിനെ തിരിച്ചങ്ങോട്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാനും സാധിക്കുന്നില്ല. ഇങ്ങനെ തലയാകെ പെരുത്ത് വിഷ്ണുവിൻ്റെ തലയിൽ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ കണ്ടുകൊണ്ടും വരുന്നുണ്ട്. ആ ഒരു ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ വിഷ്ണുവിനെ ഇനി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ ഇല്ലയോ എന്നുള്ളതാണ്. വേലായുധൻ മൊഴി മാറ്റി പറഞ്ഞാലും വിഷ്ണുവിനെ വിടുമോ ഇല്ലയോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. ശ്രീരഞ്ജിനി കൂടി വന്ന് പറയുമ്പോൾ എന്താകും എന്നുള്ളതാണ്. ശാലിനിക്ക് വിഷ്ണുവിനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കൊലപാതകത്തിൻ്റെ ഇതുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഇനി ഹമീദ് വേറെന്തെങ്കിലും കേസ് കൂടി വിഷ്ണുവിൻ്റെ മേൽ വയ്ക്കുമോ എന്നുള്ളതാണ്. എന്തായാലും അത് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.